മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നൊരു ചിത്രം മാത്രം മതി അഭിനവ് സുന്ദർ നായക എന്ന് പറയുന്ന ഡയറക്ടർ ആരാണെന്നും അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് പവർ എന്തൊക്കെയാണെന്നും നമുക്ക് തിരിച്ചറിയാം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഡയറക്ടർമാരിൽ ഒരാളായി ഒറ്റ ചിത്രത്തിലൂടെ മാറിയ ഒരാളാണ് അഭിനവ് സുന്ദർ നായക്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മോളിവുഡ് ടൈംസ് വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് സിനിമാ ആസ്വാദകർക്കുള്ളിലുള്ളത്. പ്രത്യേകിച്ച് നെസ്ലിനെ പോലെ ഒരു പ്രോമിസിംഗ് നായകനുമായിട്ട് കൈകോർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചിത്രം വിജയത്തിൽ കുറഞ്ഞ് ഒന്നും നേടില്ല എന്ന ഉറപ്പിലാണ് സിനിമാ ആസ്വാദകർ. എന്തായാലും നമുക്ക് ചിത്രത്തിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരിക്കും അഭിനവ് സുന്ദർ നായക് എൻ്റെ പുതിയ പടം രണ്ടാമത്തെ ചിത്രമാണ്, അപ്പോൾ എങ്ങനെയായിരിക്കും പ്രതീക്ഷകളൊക്കെ? എനിക്ക് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എൻ്റെ ഫേവറേറ്റ് ആണ്. അവർ ഒറ്റ പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും നെസ്ലിനുമായിട്ട് കൈകോർക്കുമ്പോൾ എന്തായാലും മികച്ചൊരു സിനിമ തന്നെ ആയിരിക്കും എന്നല്ലേ പ്രതീക്ഷ? അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ സ്ക്രീൻ പ്ലേ അതുപോലെ ഒത്തു വന്നു കഴിഞ്ഞാൽ ആവാം. അഭിനവ് സുന്ദർ ഫാനാണോ? ഫാനല്ല, സിനിമാ പ്രേമിയാണ്. അതുകൊണ്ട് അയാളുടെ ഫസ്റ്റ് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പടമാണ്. അതുകൊണ്ട് എന്തായാലും ഹേറ്റ് ലെറ്റർ ടു സിനിമ എന്നാണ് അതിൻ്റെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് മോളിവുഡ്. ഹേറ്റ് ലെറ്റർ ടു സിനിമ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ എന്താ പറയുന്നത്, ഒരുപാട് അൺകൺവെൻഷണൽ സിനിമയുടെ സാധാരണയായിട്ടുള്ള ഒരു ലവ് ലെറ്റർ ആണ് എല്ലാ സിനിമകളും അല്ലേ? സിനിമ എന്ന് പറയുമ്പോഴേ അതിന് ഞാൻ അഗെയിൻസ്റ്റ് ആണ്. പക്ഷേ പടം എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. ഡയറക്ടർ അഭിനവ് സുന്ദർ നായക്കും നസ്ലിനും കൂടെ ഒന്നിക്കുന്നു എന്നുള്ളൊരു തന്നെ ഭയങ്കര ഹോപ്പിലാണ് വന്നിരുന്നത്. മുകുന്ദനുണ്ണി നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പടം തന്നെയായിരുന്നു അത്ര. പക്ഷേ ഭയങ്കര എന്താ പറയുന്നത്, ഒരു അൺകൺവെൻഷൻ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു മുകുന്ദനുണ്ണി എന്ന് പറയുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെ ഒരു പടമായിരിക്കും എന്നാണ്? അല്ല, ഡയറക്ടേഴ്സിന് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത് ഇത് നോർമൽ ഒരു ഫിലിം മേക്കറിൻ്റെ സ്റ്റോറി ആയിട്ടാണ്. നോർമൽ മെത്തേഡിൽ തന്നെ ആയിരിക്കും. പക്ഷേ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡും കുറച്ചും കൂടെ ഒരു പുതുമയുള്ളൊരു സ്റ്റോറി ആയിരിക്കും എന്തായാലും. ടാഗ് ലൈൻ തന്നെ മറ്റേ ഹേറ്റ് ലെറ്റർ ടു മലയാള സിനിമ എന്നുള്ളതാണ്. അപ്പം അത് ഭയങ്കര പഞ്ചിയായിരുന്നു അല്ലേ? നമ്മൾ കണ്ടിട്ടുള്ളതല്ല ലവ് ലെറ്റേഴ്സാണ്. അപ്പം ഒരു ഹേറ്റ് ലെറ്റർ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അത്? പുള്ളി ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമേനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം എടുത്ത് പറയുന്നുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്തായിരിക്കും ഹേറ്റ് ലെറ്റർ എന്നുള്ളതാണ് ഈ പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു ഹിൻഡ്. അത് കാണാനും കൂടെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. മറ്റേ നെസ്ലിൻ്റെ പുറത്തു വന്ന ഔട്ടെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ സിനിമകളാണോ? അല്ല, ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രൊമോഷണൽ ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോഴും നസ്ലിനും ഇതുപോലെ തന്നെ പുതിയൊരു സ്ട്രൈക്കിംഗ് സ്റ്റോറിയാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയ സ്റ്റോറി എന്നുള്ള രീതിയിലാണ് ഡയറക്ടറും പറഞ്ഞിരുന്നത്. അപ്പം അതിൽ എന്താണെന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും അഭിനവ് സുന്ദറിൻ്റെ ഒരു ഫാനാണെന്ന് തോന്നുന്നല്ലേ? ആ പുള്ളിയുടെ എഡിറ്റിങ്ങിന് ഭയങ്കര ഫാനാണ്. പ്രത്യേകിച്ചും ഒരു ഡയറക്ഷൻ സൈഡിലോട്ട് പുള്ളി കടന്നപ്പോഴേക്കും ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമയായിരുന്നു മുകുന്ദനുണ്ണി. അപ്പം ഇത്തവണയും ഒരു ഡിഫറെൻറ്റ് പടം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര മണിക്കുള്ള ഷോ ആണ്? ഞാൻ 10 മണിക്ക്. ആ ഡയറക്ടറുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അതാണ് മെയിനായിട്ട്. അഭിനവ് സുന്ദർ നായകാണ് നമ്മുടെ, അതുകൊണ്ടാണ് അദ്ദേഹം ആണ് നമ്മുടെ മെയിൻ ഫാക്ടർ. അതെ, അതാണ് ഫാക്ടർ. മുകുന്ദനുണ്ണി കണ്ടിട്ടുണ്ടായിരുന്നു? പിന്നെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഡയറക്ഷൻ കൊണ്ട് മാത്രം സിനിമ അത്രയും വെറൈറ്റി ആക്കിയ ആളാണ്. സ്റ്റോറിയൊക്കെ വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ ഡയറക്ഷൻ പക്ക ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡയറക്ഷനാണ് പുള്ളിയുടെ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ ഫസ്റ്റ് ഡേ തന്നെ. എന്തായാലും മഴയൊക്കെ ആണെങ്കിലും അല്ലേ, അതൊന്നും നോക്കാതെ വന്നത്? ഇല്ല, അതൊന്നും നോക്കത്തില്ല. മൂവീസ് നമുക്ക് ഭയങ്കര ക്രേസാണ്. താങ്ക് യു. നെസ്ലിൻ്റെ ഫാനാണോ? ഇഷ്ടമാണ്. എന്തായാലും രണ്ടുപേരും തമ്മിൽ കൈകോർക്കുമ്പോൾ എന്തായാലും അല്ലേ ഒരു മികച്ച നല്ല ലൈനപ്പാണല്ലോ. ഇനി വരുന്ന സിനിമകളെല്ലാം അടിപൊളി ലൈനപ്പാണ്. അപ്പോൾ അതിനകത്തൊരു സ്റ്റാർട്ടിംഗ് ആണിത്. എന്തായാലും എന്തായാലും ഡിഫറെൻ്റ് ഒരു നസ്ലിനായിരിക്കും തോന്നുന്നു. ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ടീച്ചറൊക്കെ കണ്ടപ്പോൾ ആ ഒരു പ്രതീതിയായിരുന്നു. അതെ, യൂഷ്വൽ നസ്ലിനെ പുള്ളി എന്തായാലും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരും. എന്തായാലും പുള്ളിയുടെ ഒരു ട്രസ്റ്റാണ്, പുള്ളിയുടെ പേര് ഫിലിം മേക്കറിൻ്റെ ഒരു കഥയാണല്ലേ? അവിടെ ട്രെയിലർ പോലും പുള്ളി ഇറക്കാത്ത, അതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതാണ് മെയിനായിട്ട് വന്നത്. പടം നന്നായി വരുമെന്ന് തന്നെയാണ്. അതെ, നന്നായി വരുന്നു. പ്രതീക്ഷ നെസ്ലിൻ്റെ പടം ആയതുകൊണ്ട്. നെസ്ലിൻ ഫാനാണോ? നെസ്ലിൻ ഫാനല്ല, നെസ്ലിന് ഇഷ്ടമാണ്. എന്തായാലും അഭിനവ് സുന്ദർ നായകിന്റെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം മുകുന്ദനുണ്ണി ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുണ്ട്? നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടതോടെ. എന്തായാലും പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. ചേട്ടനോ? നസ്ലിൻ്റെ ഫാനാ. അപ്പോൾ പിന്നെ കാണുക എന്നുള്ളേ ഉള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ. അതാണ്. അത്രേ ഉള്ളൂ.